ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. SCERT ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ബുദ്ധൻ്റെ 6 അടി പൊക്കത്തിലുള്ള പൂർണ്ണകായ വിഗ്രഹമാണ്. ബുദ്ധൻ്റെ 6 അടി പൊക്കത്തിലുള്ള പൂർണ്ണകായ വിഗ്രഹമാണ്. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? എ. കല്ല്, ഓപ്ഷൻ ബി മരം, ഓപ്ഷൻ സി ശരീരം, ഓപ്ഷൻ ഡി ഉറപ്പ്. ഉത്തരം ശരീരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ SK പൊറ്റക്കാടിൻ്റേതല്ലാത്ത യാത്രാ വിവരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ SK പൊറ്റക്കാടിൻ്റേതല്ലാത്ത യാത്രാ വിവരണം ഏത്? ഓപ്ഷൻ എ നൈൽ ഡയറി, ഓപ്ഷൻ ബി ഹിമവാന്റെ മുകൾ തട്ടിൽ, ഓപ്ഷൻ സി കാപ്പിരികളുടെ നാട്ടിൽ, ഓപ്ഷൻ ഡി ലണ്ടൻ നോട്ട്ബുക്ക്. ഉത്തരം ഓപ്ഷൻ ബി ഹിമവാന്റെ മുകൾ തട്ടിൽ. ഹിമവാന്റെ മുകൾ തട്ടിൽ രാജൻ കാക്കനാടൻ്റേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം താഴെ പറയുന്നവയിൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ വർത്തമാന പുസ്തകം, ഓപ്ഷൻ ബി ഭാരത പര്യടനം, ഓപ്ഷൻ സി ബാലി ദ്വീപ്, ഓപ്ഷൻ ഡി തടാകങ്ങളുടെ നാട്. ഉത്തരം ഓപ്ഷൻ എ വർത്തമാന പുസ്തകം. അടുത്ത ക്വസ്റ്റ്യൻ, നക്ഷത്രശോഭ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ. നക്ഷത്രശോഭ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ. ഓപ്ഷൻ എ നക്ഷത്രവും ശോഭയും, ഓപ്ഷൻ ബി നക്ഷത്രത്തിൻ്റെ ശോഭ, ഓപ്ഷൻ സി നക്ഷത്രമാകുന്ന ശോഭ, ഓപ്ഷൻ ഡി ശോഭയുള്ള നക്ഷത്രം. ഉത്തരം ഓപ്ഷൻ ബി നക്ഷത്രത്തിൻ്റെ ശോഭ. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ ശോഭ ഭംഗി, ഓപ്ഷൻ ബി ഉത്തുംഗം ഉയർന്ന, ഓപ്ഷൻ സി പരിമളം അളവ്, ഓപ്ഷൻ ഡി ഔത്സുഖ്യം ഉത്സാഹം. ഉത്തരം ഓപ്ഷൻ സി പരിമളം അളവ്. പരിമളം എന്നതിൻ്റെ അർത്ഥം സുഗന്ധം എന്നുള്ളതാണ്. പരിമളം സുഗന്ധം, പരിമാണം അളവ്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വനരോധനം എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്നത്? വനരോധനം എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ വ്യർത്ഥമായ അപേക്ഷ, ഓപ്ഷൻ ബി പ്രകൃതിയുടെ കരച്ചിൽ, ഓപ്ഷൻ സി വെറുതെ പേടിപ്പിക്കുക, ഓപ്ഷൻ ഡി പരമാവധി ഉപദ്രവിക്കുക. ഉത്തരം ഓപ്ഷൻ എ വ്യർത്ഥമായ അപേക്ഷ. വനരോധനം എന്നാൽ വ്യർത്ഥമായ അപേക്ഷ. അടുത്ത ചോദ്യം നോക്കാം. കാടെവിടെ മക്കളെ എന്ന കവിത താഴെ പറയുന്നവരിൽ ഏത് കവിയുടേതാണ്? കാടെവിടെ മക്കളെ എന്ന കവിത താഴെ പറയുന്നവരിൽ ഏത് കവിയുടേതാണ്? ഓപ്ഷൻ എ ONV കുറുപ്പ്, ഓപ്ഷൻ ബി അയ്യപ്പ പണിക്കർ, ഓപ്ഷൻ സി പി കുഞ്ഞിരാമൻ നായർ, ഓപ്ഷൻ ഡി സച്ചിദാനന്ദൻ. ഉത്തരം ഓപ്ഷൻ ബി അയ്യപ്പ പണിക്കർ. അടുത്തത്, ശരിയായ പദം ഏത്? യാദൃച്ഛികമെന്ന് ശരിയായിട്ട് എങ്ങനെ എഴുതാന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദയയുടെ ദായും അച്ഛൻ്റെ ചായുമാണ് വരുന്നത്. അപ്പോൾ ദയുള്ള അച്ഛനാണ് യാദൃച്ഛികത്തിൽ വരുന്നത് കേട്ടോ. ദായും ചായും. ഓക്കെ, ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി യാദൃച്ഛികം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അഗ്നിസാക്ഷി എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? അഗ്നിസാക്ഷി എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ലളിതാംബിക അന്തർജനത്തിൻ്റേതാണ് അഗ്നിസാക്ഷി. ഈ കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി നോവൽ. അടുത്ത ചോദ്യം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുക, സംഘടന കൊണ്ട് ശക്തരാക്കുക എന്ന് ഉദ്ഘോഷിച്ച മഹാത്മാവ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ.
4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി പിൻ പ്ലസ് കാലം. പിൻ പ്ലസ് കാലമാണ് പിൽക്കാലം.